നമ്മളിന്ന് തമിഴ്നാട് ജനഹൃദയങ്ങളെ കണ്ണിലുണ്ണിയായ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന MG രാമചന്ദ്രനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോണത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? MGR എന്ന് പറഞ്ഞ ആ മനുഷ്യ സ്നേഹി 3 കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ 3 കല്യാണം കഴിച്ച കാര്യം എല്ലാവർക്കും അറിയില്ല. അറിയാത്തവർക്ക് വേണ്ടി പറയണം, അറിഞ്ഞവർക്ക് പിന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ആദ്യം നമ്മുടെ MGR കല്യാണം കഴിച്ചത് പാർവതി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ്. ഒരു പാവം പെൺകുട്ടി. അതിൻ്റെ കൂടെ കുറച്ച് നാൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് മരിച്ചുപോയി. അങ്ങനെ രണ്ടാമത് കല്യാണം കഴിച്ചു സന്താനവതിനെ കല്യാണം കഴിച്ച് അതും ഇതുപോലെ തന്നെ ഒരു രോഗം വന്നിട്ട് ഈ ഭാര്യ മരിച്ചുപോയി. 2 ഭാര്യമാരും മരിച്ചു പോയതിന് ശേഷമാണ് MGR നമ്മുടെ ആദ്യം നമ്മുടെ ഇവളായിട്ട് ഈ ജയലളിതയായിട്ട് ചെറിയൊരു സ്നേഹത്തിലും പ്രേമത്തിലും അവിധ ബന്ധത്തിലാണെന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ജാനകിയെ കല്യാണം കഴിച്ചത്. ജാനകിയെ കല്യാണം കഴിച്ചു. അങ്ങനെ ജാനകി രാഷ്ട്രീയത്തിൽ വന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ജാനകിയും MGR ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജയലളിതയായിട്ട് MGRന് അവിധ ബന്ധമുണ്ടെന്നും ജയലളിതയുടെ കൂടെയാണ് MGR എന്നും ജയലളിതനെ കല്യാണം കഴിക്കാൻ പോകാമെന്നും അങ്ങനെ വലിയൊരു വിഷയം തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജയലളിതനെ MGR നിന്നെ മരണം വരെ ഞാൻ നോക്കിക്കോളാം, നിനക്ക് ഞാനുണ്ട് എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് പത്രത്തിലും കാര്യങ്ങളൊക്കെ വന്നു. ഇത് കേട്ടപ്പോഴാണ് ജാനകിക്ക് വലിയ ദേഷ്യം വന്നതും വിഷമം വന്നതും അങ്ങനെ ഒരു കുറച്ച് നാൾ അങ്ങോട്ട് പിരിഞ്ഞ് ജീവിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷേ MGR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MGR ഒരു ഭാര്യ മരിച്ചതിന് ശേഷം മാത്രമാണ് രണ്ടാമത്തെ ഭാര്യനെ കല്യാണം കഴിച്ചത്. ആ ഭാര്യ മരിച്ചതിന് ശേഷം മാത്രമാണ് ജാനകിയെ കല്യാണം കഴിച്ചത്. ജാനകിയായിട്ട് കല്യാണം കഴിച്ച് ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവശാലും ജയലളിതയായിട്ട് ഒരു അവിഹിത ബന്ധം എന്തായാലും MGRന് ഉണ്ടായിരുന്നില്ല. അത് ഇവിടെ പത്രക്കാരും മറ്റുള്ള ആൾക്കാരും എല്ലാം കൂടി ഉണ്ടാക്കിയതാണ്. ജയലളിതയ്ക്ക് MGR ആയിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ രാഷ്ട്രീയത്തിൽ ഒരുമിച്ചായിരുന്നു. അവർ രാഷ്ട്രീയത്തിൽ ഒറ്റ കക്ഷിയും ആ സിനിമകളിൽ അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ പോകുന്ന സമയത്ത് ഈ ജയലളിതനെ കൈ പിടിച്ച് ഉയർത്തിയതും ജയലളിതയ്ക്ക് കൂടുതൽ ചാൻസ് സിനിമാ ലോകത്ത് കിട്ടിയതും ജയലളിത സിനിമേനെ ഉപേക്ഷിച്ച് പോകാൻ നിൽക്കുന്ന സമയത്ത് തോളോട് തോൾ ചേർന്ന് പിടിച്ച് ഈ സിനിമാ ലോകത്ത് പിടിച്ച് നിർത്തിയതും MGR ആണ്. അതിനെന്തുണ്ടായി? കുറേ അപവാദങ്ങൾ MGR കേൾക്കേണ്ട വന്നു. ഈ അപവാദങ്ങളെല്ലാം അതിജീവിച്ച് ഇവർ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം മാത്രമാണെന്നുള്ളത് തെളിയിച്ചു ഈ ജയലളിതയും MGRഉം. അത് അവരെ വിജയമാണ്. അങ്ങനെ ആയിരിക്കണം സിനിമാ ലോകത്തുള്ള ഏതൊരു നടനായാലും നടിയായാലും ജീവിക്കേണ്ടത്. നമുക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ട് എന്ന് നാട് മുഴുവൻ പറഞ്ഞാലും അവർ ഫ്രണ്ട്സാണ്, അവർ സൗഹൃദമാണ്, അവർ ബിസിനസ് പരമായുള്ള അവരെ രാഷ്ട്രീയപരമായുള്ള ബന്ധം മാത്രമുള്ളൂ എന്നുള്ളത് തെളിയിച്ചുകൊണ്ടാണ് MGR മരിച്ചത്. ആ ബന്ധം, ആ ഒരു സ്നേഹം എന്നും ജയലളിതയ്ക്ക് മരിക്കുന്നവരെ ജയലളിതയ്ക്ക് ഉണ്ടായിരുന്നു. അതാണ് യഥാർത്ഥ സൗഹൃദം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പലരും തെറ്റിദ്ധരിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് നമ്മൾക്ക് MGR 3 കല്യാണം കഴിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും